യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജഷീർ പള്ളിവേൽ സ്വതന്ത്രനായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് കോൺഗ്രസ് സീറ്റ് നൽകിയിരുന്നില്ല. വിമത സ്ഥാനാർത്ഥിയായാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, നേരത്തെ ജഷീർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വലിയ ചർച്ചയായതാണ്. ഇപ്പോൾ ഇതാ സ്വതന്ത്രനായി മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകുന്നു. എന്താണ് ജഷീർ പറയുന്നത്? സുർജിത്ത്. ശ്രീജിത്ത്, ഈ വിമത സ്ഥാനാർത്ഥിയായി തോമാട്ടുചാൽ ഡിവിഷനിൽ നിന്ന് മത്സരിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾക്കൊപ്പമാണ് ജഷീർ പള്ളിവേൽ ഇവിടേക്ക് എത്തിയത്. ജില്ലാ വൈസ് പ്രസിഡന്റ് അഫ്സൽ ചീരാൽ, ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള രോഹിത് മോദി, മാനന്തവാടി നിയോജകമണ്ഡലം പ്രസിഡന്റായിട്ടുള്ള അസീസ് വാളാട് എന്നിവർ ഉൾപ്പെടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ നീണ്ട നിര തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിഞ്ഞത്. അല്പസമയം മുമ്പാണ് കളക്ടറേറ്റിലേക്ക് എത്തിയത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് കളക്ടറേറ്റിനകത്ത്. എന്തായാലും തോമാട്ടുചാൽ ഡിവിഷനിൽ നിന്നാണ് അദ്ദേഹം മത്സരിക്കാനുള്ള സന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിച്ചത്. പക്ഷേ ആ ഡിവിഷനിൽ മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി. ഇദ്ദേഹത്തോട് മീനങ്ങാടിയിൽ മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. മീനങ്ങാടിയിൽ മത്സരിക്കാൻ സന്നദ്ധനല്ല എന്നുള്ള കാര്യം അറിയിച്ചുകൊണ്ട് ആണിപ്പോൾ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പത്രിക പിൻവലിക്കുന്നതിന് മുമ്പുള്ള അവസാന നിമിഷം വരെ പ്രധാന ഘട്ടമാണ്. ആ ഘട്ടത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇവരും കാത്തിരുന്ന് കാണേണ്ടി വരുന്നൊരു കാര്യം. അതുമാത്രമല്ല, ഇതോടൊപ്പം സമസ്ത വ്യക്തമായ രീതിയിലുള്ള വിമർശനം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സമസ്ത നേതാക്കൾ, SYSന്റെ ജില്ലാ നേതാക്കൾ ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ മുസ്ലിം പ്രാതിനിധ്യം ഇതിനകത്ത്, അതായത് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല, ജില്ലാ പഞ്ചായത്തിലേക്ക് ഇല്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ 50ഓളം സീറ്റുകളിൽ ആകെ പരിഗണിച്ചത് 2 സീറ്റുകളിൽ മാത്രമാണ് മുസ്ലിം പ്രാതിനിധ്യമുള്ളത്. അതിലൊരാൾ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ കൂടി ആയിരുന്ന സംഷാദ് മരക്കാറാണ്. അതോടൊപ്പം തന്നെ പിന്നെ മറ്റൊരു സ്ഥാനാർത്ഥിയുള്ളത് വെള്ളമുണ്ട ഡിവിഷനിലാണ്. അത്തരത്തിൽ 2 സ്ഥാനാർത്ഥികളെയാണ് 50ഓളം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളിൽ പരിഗണിക്കാൻ വേണ്ടി കോൺഗ്രസ് തയ്യാറായത്. ഇതെല്ലാം തന്നെ വലിയ വിമർശനത്തിന് വഴിവെക്കുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇനി പാർട്ടി എന്ത് തരത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. അത് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വരെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗം നിലനിൽക്കും. സ്വാഭാവികമായും ജഷീർ പള്ളിവേൽ വിമത സ്ഥാനാർത്ഥിയായി വരുമോ എന്നുള്ള ഒരു ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. പത്രിക സമർപ്പണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടം കഴിഞ്ഞതിന് ശേഷം ജഷീറിന്റെ പ്രതികരണവും ഉണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.